തങ്കം തങ്കം എന്തോ നോടി ചോറുണ്ടോ? എന്തായി? എന്താ ഒന്നും പറയാനില്ല. ഇപ്പം തലയ്ക്ക് സുഖമില്ലായ്മയുണ്ട്. എന്തൊരു ദേഷ്യടാ. നീ തൽക്കാലം അവൻ്റെ അടുത്ത് 2 ദിവസം ഒന്ന് മാറിക്കാൻ പറയാം. സംഭവത്തിൽ പ്രശ്നമാണ്. അത് ഈ അസീസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തിരി മോശമാണ്. വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് അവൻ. വീട്ടിലങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ല. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇങ്ങനത്തെ ഒരുത്തന്റെ കൂടെയാണ് നീ വർക്ക് ചെയ്യണത്? ഇവ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിനും ദേഷ്യം വരും. ദേഷ്യം വന്നാൽ കൈ കാണെടുത്ത് എറിഞ്ഞളയെ അടിച്ചളയെ ഉടച്ചളയെ ചെയ്യളെ. ഒരു സമയം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലേ, ആലപ്പുഴ വെച്ചിട്ട് സാറ് എൻ്റെ അടുത്ത് ഒരു ജോലി പറഞ്ഞു. ഇവൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ് പോകാൻ, ഈ വെയിലത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് നിൻ്റെ ജോലിയാണ് നീ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ ജോലി എന്താണെന്നുള്ളത് എനിക്കറിയാം, അത് ഞാൻ ചെയ്തോളാം, താൻ എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞ് 2 പേരും സാറ് പറഞ്ഞു നിന്നെ സ്ഥലം മാറ്റുമെന്ന് പറഞ്ഞു. താൻ എന്നെ പുല്ല് ചേടാന്ന് പറഞ്ഞു ഒറ്റ അടിച്ച് വെക്കലുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് ഫോണെല്ലാം വലിച്ചെറിയാൻ മതി. അങ്ങനത്തെ ഒരുത്തനാണ്. ഇപ്പൊ ഇവന്റെ പ്രശ്നം വെച്ചാല് അന്ന് അവൻ ഈ മറ്റേ പോസ്റ്റ് വെച്ച് ഫ്ലെക്സ് വെച്ച് ഇടില്ലായിരുന്നോ, അന്നത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ എൻ്റെ അളിയനായത് കൊണ്ട് എന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറച്ചൊക്കെ കേൾക്കും. അന്ന് ഞാൻ പറഞ്ഞ ദൈവം നീ ഇഷ്യൂ ഉണ്ടാക്കല്ലേ, എനിക്ക് അവൻ അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ അസീസ് നീ ഇത് പ്രശ്നമാക്കല്, എൻ്റെ കുടുംബ പ്രശ്നമാണത്, എൻ്റെ പെങ്ങൾക്ക് ജോലി കൊടുക്കണമെന്നാണ്. അപ്പോൾ അവനെ നമുക്കൊരു ദോഷം വരുത്തല്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പിന്നെ ഒന്ന് ഒതുങ്ങിയത്. അതിൻ്റെ ഒരു ചെറിയ ചുരുക്കുണ്ടായിരുന്നവന്. അപ്പൊ ഇവന് ദേഷ്യം ഉള്ളിൽ വെച്ചോണ്ടിരിക്കുക. ഇവന്റെ പരിപാടി അതാണ് ഇന്ന് ഇത്ര. അല്ലെങ്കിൽ ഒരു പത്രം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിരിച്ചു. അന്ന് ക്ലീറ്റ പത്രം ചോദിച്ചു അവൻ വായിച്ചിട്ടേ തരുള്ളൂ എന്ന് പറഞ്ഞു. അല്ല അവൻ പറഞ്ഞേക്കണ ഞാൻ വേറെ ആളെ ഫോൺ ചെയ്ത് പറഞ്ഞു കേട്ടായിരുന്നു. എന്ത്? ഇന്ന് ഇവിടെ വരുന്ന പറഞ്ഞേക്കണ. എന്തിന്? എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവൻ ടാർഗറ്റ് ചെയ്ത എന്റെ ദൈവമേ, വലിയ പ്രശ്നമാണ്. അതെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം, അത് തന്നെയാ നല്ലത്. എന്തോന്ന് പറഞ്ഞ് ഒരുത്ത് നമ്മൾ അടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ വന്ന് ഇത് പോലീസുകാർ വെറുതെ ഇരിക്കില്ലല്ലോ അവിടെ. അല്ലാതെ നമ്മളെ പോലെ ആൾക്കാർ പോയി പറഞ്ഞിട്ട് എന്ത് തരും? ഞാൻ പറഞ്ഞ വെച്ചാൽ 2 ദിവസം ഒന്ന് മാറി നിൽക്കട്ടെ. ഇല്ല ഇവൻ കൈ എടുക്കുന്ന കൈ എടുക്കും, കാലെടുക്കുന്ന കാലെടുക്കും. അങ്ങനത്തെ ടീമാണ് അവൻ്റെ കൂടെ ഉള്ളത്. ഇവനവിടെ ഓഫീസിൽ കാണാൻ വരുന്നവരെ കണ്ടാൽ പേടിച്ചു. നമ്മൾ അവിടെ വിളിച്ച് ചോദിക്കും മറ്റേ കേസ് എന്താളിയാ, ഈ കേസ് എന്താളിയാ. അവൻ ഡെയിലി ഇവൻ മറ്റേ ഇടയ്ക്ക് ലീവ് എടുത്ത് പോകണം. എവിടെ നിന്ന് അറിയാമോ? കോടതിയിലാണ്. ആളുകൾ ജാമ്യത്തിൽ ഇറക്കാൻ അല്ലെങ്കിൽ അവൻ്റെ കാര്യം അവന് വേണ്ടി ചെയ്ത് ഇവൻ നേരിട്ട് ഇറങ്ങൂല. അതാണ് അവൻ്റെ വേറൊരു പരിപാടി. നേരിട്ട് ജോലി ബാധിക്കുമല്ലോ. നേരത്തെ അത് നോക്കൂലായിരുന്നു. അപ്പൊ ഏത് രീതിയും ചെയ്യും. ഒന്നീ ആളെ വെച്ച് ചെയ്യും, അല്ലെങ്കിൽ കൈ കിട്ടുന്നിടത്ത് തല കഴിക്കും. ഞാനെന്ത് പറയാൻ? നീ അവനടുത്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ പറയാം. ചെന്നോട് അവൻ കണ്ണി കണ്ടാൽ അടിക്കും. അവന്റെ പറഞ്ഞ ഉറക്കൂലെന്ന് പോയല്ലേ അവൻ. എന്താ എനിക്കൊന്നും മനസ്സിലായില്ല ചെറുക്കൻ എന്തൊക്കെ പറയണേന്നുള്ളത്. അവൻ ചെയ്യുമെന്ന് പറയാൻ അവൻ ചെയ്തിരിക്കും. അതിനകത്ത് യാതൊരു മാറ്റമില്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന അറിയാമോ? ഇവർ 2 ദിവസം പാലിലെണ്ണം പോയി നിൽക്കാൻ പറയാം. ഇല്ലെങ്കിൽ തങ്ക ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക് നമ്മുടെ കൈ നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ കൈവിട്ട് പോയിട്ട് എന്നെ പറയുന്നത് അറിഞ്ഞ കാര്യമാണ് ഞാൻ വന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞ് മനസ്സിലാക്കാവനെ. വല്ലാത്ത അബദ്ധമായി പോയല്ലോ ക്ലീറ്റോ. അതെ, എത്തുവോ? ഓ ഓ പോവണ്ടെന്ന്. പോവാതിരിക്കാന്ന് പറഞ്ഞാൽ പോണം. പോവണ്ട, നിങ്ങൾ ഇവിടെ ഉടുമാറിയിരുന്നേ. അല്ല, അതിന് വേറെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് വഴിയാ കണ്ടേക്കണേ? അത് വഴി ഉണ്ട് തന്നെ, നീ പേടിക്കണ്ട. ഞാൻ പോയിട്ട് ഉടനെ വരും. എനിക്കറിയാൻ പാടില്ല നിങ്ങൾ എന്തൊക്കെയാ ഒപ്പിച്ച് വെക്കണേന്ന്. അവനെ മനസ്സിലായിട്ട് വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാവുക്കുട്ടൻ വലത് സൈഡ് നോക്കണം, നീ ഇടത് സൈഡ് നോക്കണം.
ഞാൻ ബാക്ക് സൈഡ് നോക്കിക്കോളാം. അപ്പൊ ഫ്രണ്ടിൽ ആരാണ് നോക്കുന്നത്? എടാ പൊട്ടാ, ക്ലീറ്റസിന്റെ സംരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാം നമ്മൾ തന്നെ നോക്കണം, കേട്ടല്ലോ? അതെ, വഴിയിലൊന്നും സംശയാസ്പദമായിട്ട് ആരെയും കണ്ടിട്ടില്ലല്ലോ. ഒരു കുഴപ്പമില്ല അളിയാ, വഴിയെല്ലാം നീറ്റാണ്, ഒരു പ്രശ്നമില്ല. അളി ഇങ്ങോട്ട് ഇറങ്ങി നടരാജാ, ഇങ്ങോട്ട് കയറിയെന്ന് കയറിയില്ല. നടന്നോ? നേതാവേ, ആ കനകന്റെ പഴയ ഹെൽമെറ്റ് ഉണ്ടാവും, അതൊന്ന് വെച്ചോ. ഒന്നും മിണ്ടണ്ട, വാ. അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ചാൽ ഒരു സുരക്ഷിതല്ലേ. വയസ്സാം കളവനും കൂടെ ഇരിക്കുന്നത് ആളുകളെ. പാവട്ട ആ ഉണ്ടക്കണ്ണ് തടിയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ഒരൊട്ടും ധൈര്യം ഇല്ലാത്തൊരു ശുദ്ധ.